Assalamualaikum, welcome back to our channel. ഇന്നത്തെ റെസിപ്പി മിൽക്ക് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബർഫിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ദിവാലിക്ക് വരികയാണല്ലോ, അതിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്വീറ്റ് ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലും പാൽപ്പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ ഇന്നും ചെറിയൊരു ക്വാണ്ടിറ്റിയിലാട്ടോ കാണിക്കുന്നത്. ഇനി ഈ പാലിലേക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് പാലിലേക്ക് 3/4 കപ്പോളം മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് 3 കൂടെ കട്ടൊന്നുമില്ലാതെ നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടറിന് പകരമായിട്ട് നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ ബർഫിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് കുറുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പാന് ഗ്യാസിൽ വെക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഗ്യാസിൽ വെച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മിക്സ് ഇവിടെ കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തല്ലോ, അതിന് പകരമായിട്ട് നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് കുറുകി വരണം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവാകുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ ബർഫിക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എല്ലാ സൈഡിലേക്കും ഒന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിലേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിന് മുകളിലായിട്ട് കുറച്ച് പിസ്ത ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂണെങ്ങാനും വെച്ചിട്ട് ആ ഒരു മിക്സിലേക്ക് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബർഫി സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, ആ ഒരു സമയത്ത് ഈ നട്ട്സൊക്കെ താഴെ വീഴും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനാണ് നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ബർഫി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ തന്നെ മുന്നേ ഞാനൊരു മൈദ വെച്ചുണ്ടാക്കുന്ന ബർഫിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ബർഫി കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ പാൽഗോവൊക്കെ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഫിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.